2014 മുതൽ ഹമാസ് പിടിച്ചുവെച്ച ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം കൈമാറിയതിന് പകരമായി 15 ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടു നൽകി. മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്കായി ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. ഇന്ന് ആക്രമണത്തിൽ ഖാൻ യൂനിസിൽ കുഞ്ഞടക്കം 2 പേരാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിലെ തൂബയിൽ ഒരു ഫലസ്തീനിയും സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസയിൽ വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ അത് ലംഘിക്കുന്നത് തുടരുകയാണ്. ഇന്നിപ്പോഴുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത് 2014 ഇസ്രായേലുമായി ഉണ്ടായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ഇസ്രായേലി സൈനികന്റെ മൃതദേഹം ഹമാസ് ഇന്ന് കൈമാറിയിട്ടുണ്ട്. ഹദാർ ഗോൾഡിൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, കൊല്ലപ്പെട്ട സൈനികന്റെ പേര്, അദ്ദേഹത്തിന് 23 വയസ്സായിരുന്നു. 2014 ഉണ്ടായ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹം ഹമാസ് പിടിച്ചു വെച്ചിരുന്നത്. അത് സാധാരണ ഗസ ഫലസ്തീനികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലെ ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടുകൊടുത്തതിന് പകരമായിക്കൊണ്ട് ഇസ്രായേൽ നേരത്തെ പിടിച്ചുവെച്ച 15 ഫലസ്തീനികളുടെ മൃതദേഹം ഇന്ന് ഇസ്രായേൽ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 20 പേരെ ജീവനോടെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. അതായത് ബന്ദികളെ കൈമാറിയിട്ടുണ്ട്. 23 പേരുടെ മൃതദേഹങ്ങളും അവർ കൈമാറിയിട്ടുണ്ട്. ഈ 23 പേരും കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിലാണ് എന്നുള്ളതാണ് ഹമാസ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് 2000-ഓളം ആളുകളെയാണ് ഫലസ്തീനികളായ 2000-ഓളം ആളുകളെയാണ് ഇസ്രായേൽ വിട്ടയച്ചതെങ്കിൽ ഇപ്പോഴും ഏതാണ്ട് 10,000-ലധികം ഫലസ്തീനികൾ ഇസ്രായേലി തടവറയിൽ കഴിയുന്നുള്ള ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ആരംഭിച്ച ശേഷം ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 241 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതായത് ഫലസ്തീനികളാണ്, ഗസക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 528 പേരുടെ മൃതദേഹങ്ങൾ ഈ വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വെടിനിർത്തൽ ആരംഭിച്ചെങ്കിലും പല ഭാഗത്തായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. സമാനമായ രീതിയിൽ നേരത്തെ ഹമാസ് അവരുമായി ഇസ്രായേലുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ, മധ്യസ്ഥർ വഴി ഉറപ്പ് നൽകിയ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ മൃതദേഹം കൈമാറുന്ന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് US ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ശ്രമം ആ നിലക്കാണ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതെങ്കിലും കാരണവശാൽ തുർക്കി അതിർത്തിയിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തുർക്കി പറഞ്ഞിരുന്നു. ഇതൊരു ധീരമായ തീരുമാനമായിട്ടാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തന്നെ ഒരു PR സ്റ്റണ്ട് എന്ന നിലക്കാണ് ഇസ്രായേൽ ഇതിനെ വിലയിരുത്തുകയും ഒപ്പം തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നത്. ഏതായിരുന്നാലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തലിന് ശേഷമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റമില്ല. ഇപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. നാളെ ഗസയുടെ ഇസ്രായേൽ നിയന്ത്രണമുള്ള ഗസയിലെ പ്രദേശങ്ങളുണ്ട്. അവിടെ മിലിറ്ററി ഡ്രിൽ നടത്തുമെന്ന് ഇസ്രായേൽ സൈനിക വിഭാഗം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.